നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പം ഞാൻ ഇന്ന് കണ്ടങ്കാവിലാണ് ഉള്ളത്. കണ്ടങ്കാവിൽ നമ്മുടെ മോനേറിൻ്റെ കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ മാസഫലവും പറയാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് വിഷു ആവാറായി. അപ്പോൾ നമ്മൾ വിഷുഫലം പറയുകയാണ്. ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ നക്ഷത്രങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ ഈ പറയണത്. അപ്പോൾ എന്തായാലും അത് നമ്മുടെ മോനേട്ടൻ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമുക്ക് പറഞ്ഞു തരും. ഒരുപാട് മാസങ്ങളായിട്ട് ഞങ്ങൾ മാസഫലം പറയുന്നുണ്ട്. വിഷുഫലം ഞങ്ങൾ ആദ്യമായിട്ടാണ് പറയണത്. അപ്പോൾ എന്തായാലും ഒരുപാട് ആളുകൾ ഞങ്ങളെ വിളിച്ചിട്ട് വിഷുഫലം പറയുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ തുടർന്ന് ഞങ്ങളെ ഇതുവരെ എല്ലാവരും നല്ലൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞാനത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക. യൂട്യൂബിലാണെങ്കിൽ സുധീഷ് ചെമ്പകശ്ശേരി വ്ളോഗ്സ് മീഡിയ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ കിട്ടും. അപ്പോൾ നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. നമ്മുടെ അറിയപ്പെടാത്ത ആളുകളിലേക്കും അറിയപ്പെടാത്ത ദേശങ്ങളിലേക്കൊക്കെ എത്തട്ടെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ ജ്യോതിഷ ഭക്തിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് തീർച്ചയായും ഞാനും സുധീഷും ചെയ്യാൻ പോകുന്ന ഈ പരിപാടി വിഷുഫല ചിന്തകൾ കൂടിയാണ്. അപ്പോൾ ഈ വിഷുഫല ചിന്തകൾ എന്ന് പറയുമ്പോൾ ഒരു വർഷഫലം കൂടി നിലനിൽക്കുന്ന ഒരു വിഷുഫലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് മേടമാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി കൂടി വരുന്ന ദിവസങ്ങളിൽ, ഏപ്രിൽ മാസം 14-ാം തീയതി മുതൽ മെയ് മാസം 14-ാം തീയതി വരുന്ന ദിവസങ്ങളിൽ, അങ്ങനെ 31 ദിവസം വരും. ഈ 31 ദിവസങ്ങളിലെ നമുക്ക് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതും വിഷുഫല ചിന്തയും കൂടി പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷുഫലം വരുന്നത് ചതയം നക്ഷത്രം കൂടി വരുന്ന ദിവസങ്ങളിലാണ്. അപ്പോൾ ഈ ചതയം നക്ഷത്രം അതുപോലെ തന്നെ പൂരോട്ടാതി തൊട്ട് തുടങ്ങുന്ന ഒരു സ്ഥിതി കൂടിയാണ് അതിൽ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ അപ്പോൾ വിഷുഫല ചിന്തയിൽ ആദ്യമായി പറയുമ്പോൾ 4 മണി കഴിഞ്ഞ് 20 മിനിറ്റിന് ശേഷം കണി കാണുന്നത് ഉത്തമ മുഹൂർത്തമായിട്ട് കാണും. അതിന് ശേഷം കാണുന്ന സമയങ്ങളൊന്നും ദോഷമില്ല. പക്ഷേ കണി മുഹൂർത്തം എന്ന് പറയുന്നത് 4:20 കൂടിയാണ്. അപ്പോൾ അത് ഒരു ശുഭലക്ഷണമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഒരു വർഷത്തെ വിഷുഫല ആശംസകളോടി ഇതോടുകൂടി നിങ്ങൾക്ക് ഞങ്ങൾ നേരുകയാണ്. അപ്പോൾ ഈ വിഷുഫല ചിന്തയിലെ അശ്വതി മുതൽ രേവതി വരെ വരുന്ന 27 നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ ഒരു മാസത്തെ വിഷുഫലത്തിൽ തീർച്ചയായിട്ടും ചില സൗഭാഗ്യങ്ങളാണ് വരേണ്ടത്. അതായത് അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം വരുന്ന മേടം രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ചില നേട്ടങ്ങളാണ് വരേണ്ടത്. അത് എന്തുകൊണ്ടെന്നാൽ ഇവർക്കിപ്പോൾ ഈ വ്യാഴം 3-ലായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ശനി 12-ലും. ഇങ്ങനെ വരുമ്പോൾ ശനി 7.5 ശനിയാണ്. ഇവരുടെ ലഗ്നാധിപനായി വരുന്ന ചൊവ്വ ചെറിയ ദോഷങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോൾ ലഗ്നാധിപനായി വരുന്ന ചൊവ്വയെ കൊണ്ട് നേട്ടങ്ങളുണ്ട്. അപ്പോൾ ഈ ദോഷങ്ങളുള്ളത് ശനിയെ കൊണ്ടും ആണ് ഏറ്റവും പ്രധാനമായി കാണുന്നത്. അപ്പോൾ മറ്റുള്ള ഗ്രഹങ്ങളെ കൂടി വെച്ച് നോക്കുമ്പോൾ സമ്മിശ്ര ഫലങ്ങളാണ് തരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് ധന അഭിവൃദ്ധികൾ ഉണ്ടാവണം. അതുപോലെ തന്നെ തൊഴിൽ മേൽമകൾ അല്ലെങ്കിൽ തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. അതുപോലെ തന്നെ ഗ്രഹ ഐശ്വര്യങ്ങൾ, അതായത് വീട്ടിൻ്റെ ഉള്ളിൽ ഐശ്വര്യങ്ങളും സമാധാനങ്ങളും ഉണ്ടാവണം. ഇങ്ങനെയൊക്കെയാണ് കാണേണ്ടത്. തൊഴിൽ ഉന്നതി പറഞ്ഞ തൊഴിൽ നേട്ടങ്ങൾ. എന്നിരുന്നാലും മാനസികമായ ചില പ്രയാസങ്ങൾ ഉണ്ടാവാം, ശാരീരികമായ ചില അലച്ചിലുകൾ ഉണ്ടാവാം. അപ്പോൾ ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ശനിയെ കൊണ്ടാണ് കാണേണ്ടത്. ശനി എന്ന് പറയുന്നത് 7.5 ശനി ആയതുകൊണ്ട് തന്നെ അലച്ചിലും ബുദ്ധിമുട്ടുകളുമാണ് വരുത്തുക. വിഷുഫല ചിന്തയിൽ എന്നാൽ ഇത് കുറച്ച് നല്ലതാണ് താനും. എന്തുകൊണ്ടെന്നാൽ ചതയം പൂരോട്ടാതി ഉത്രട്ടാതി കഴിയുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഈ കറുത്ത വാവ് കൂടി വരുന്നുണ്ട്. അതിന് ശേഷം വരുന്ന നക്ഷത്രം കൂടി ആകുമ്പോൾ അതിൻ്റെ ഒരു സൗഭാഗ്യം കൂടിയുണ്ട്. ഈ സൗഭാഗ്യം ചില നേട്ടങ്ങളാണ്. അപ്പോൾ ആ നേട്ടങ്ങൾ കൂടി ഇതിലെടുത്ത് കാണണം. അപ്പോൾ പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാം, അല്ലെങ്കിൽ പുതിയ തൊഴിൽ സംരംഭങ്ങൾ കിട്ടാവുന്ന സ്ഥിതി വരാം. അതുപോലെ തന്നെ നേതൃത്വ സ്ഥാനത്തേക്ക് എത്തിപ്പെടാവുന്ന അവസരങ്ങൾ വരാം. അങ്ങനെ ഒരുപാട് നല്ല അവസരങ്ങളുണ്ട്. എന്നാൽ തടസ്സകാരകനാവുന്ന ശനിയെ കൊണ്ട് ശാരീരികമായും മാനസികമായും ചില അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പോൾ അതിനെന്ത് എന്നുള്ളതാണ് കണ്ടത്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഈശ്വരപ്രാപ്തിക്ക് അല്ലെങ്കിൽ ഈശ്വര സേവയ്ക്ക് ശിവക്ഷേത്രം തന്നെയാണ് ഉത്തമ വഴിപാടായി കണ്ടത്. ശിവക്ഷേത്രത്തിൽ മനസമാധാനത്തിനായിക്കൊണ്ട് ധാര കഴിക്കുന്നത് വളരെ പവിത്രമായ ഒരു വഴിപാടാണ്. അതുപോലെ തന്നെ ദേഹദോഷങ്ങൾക്ക് കെടാവിളക്ക് സമർപ്പിക്കുന്നത് നല്ലൊരു ഐശ്വര്യ അഭിവൃദ്ധിയാണ്. ദേവിക്ക് അല്ലെങ്കിൽ ദേവന് ഒരു നിവേദ്യം, അത് ആർക്കായാലും നിവേദ്യം കഴിക്കുന്നത് അല്ലെങ്കിൽ ഭോജനം വളരെ ഐശ്വര്യമായ ഒരു വഴിപാടാണ്. ഇത് തീർച്ചയായിട്ടും ഈ 3 വഴിപാട്, അതായത് നിവേദ്യം, കൂവളമാല, കെടാവിളക്ക്, അതേപോലെ തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂടി കഴിക്കുകയാണെങ്കിൽ
ഈ ശനിയുടെ ദോഷത്തുനിന്ന് ഒരു പരിധി വരെ മാറ്റങ്ങൾ വന്നുകൊണ്ട് മറ്റുള്ള ഗ്രഹങ്ങളുടെ ഗുണങ്ങളും കിട്ടിക്കൊണ്ട് തീർച്ചയായിട്ടും ഒരു വിഷുവരം പോലെ തന്നെ ഈ ഒരു മാസവും വളരെ അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും കിട്ടിക്കൊണ്ട് പൂർണ്ണമായ സമാധാനങ്ങളും സന്തോഷങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇടവൻ രാശിയിൽ കാർത്തികയുടെ കാൽഭാഗം, കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി മകീരത്തിൻ്റെ അരഭാഗം, അങ്ങനെയാണ് 2.25 ഭാഗം. ഈ 2.25 ഭാഗത്തിന് തീർച്ചയായിട്ടും ഇടവൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് പറയുമ്പോൾ ഇവർക്ക് ചെറിയ തടസ്സങ്ങളുണ്ട്. എങ്കിലും ശനിയെ കൊണ്ട് ദോഷങ്ങളില്ല, എന്നാൽ വ്യാഴത്തിനെ കൊണ്ട് ദോഷങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ലഗ്നാധിപൻ ശുക്രനെ കൊണ്ട് ചില നേട്ടങ്ങളുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർ നല്ലൊരു അവസരം അല്ലെങ്കിൽ നല്ലൊരു സ്ഥിതി ഇവർക്ക് തേടി വരുന്നൊരു സ്ഥിതികളുണ്ട്, അല്ലെങ്കിൽ തേടി വരുന്ന വഴികളുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ തൊഴിലവസരങ്ങൾ കിട്ടുന്നതോ അതുപോലെ തന്നെ കർമ്മ മേഖലകൾ പുഷ്ടിപ്പെടുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥിതിയിലാണ് കാണുന്നത്. പുതിയ സൗഹൃദങ്ങളൊക്കെ ഇവർക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും വിഷുവലം ചിന്ത കൂടി അതുപോലെ തന്നെ മാസഫലം കൂടി പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് നല്ലതായിട്ട് തന്നെയാണ് കാണേണ്ടത്. എന്നാൽ ലഗ്നാധിപൻ്റേതായ ചെറിയ ദോഷങ്ങൾ ഉള്ളത് കൊണ്ട് അതിനെ ഒരു വഴിപാട് കർമ്മങ്ങൾ കഴിക്കുന്നത് വളരെയധികം നല്ലതായിട്ടാണ് കാണേണ്ടത്. അപ്പോൾ ഇതിൽ ഇടവൻ രാശിക്കാർക്ക് ഏറ്റവും നല്ല വഴിപാട് എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിക്കാണ്. ഹനുമാൻ സ്വാമിക്ക് ഹനുമാൻ ചാലീസ അതുപോലെ തന്നെ ക്ഷേത്ര വഴിപാട്, അത് ഹനുമാന് മുഖക്കാപ്പൊക്കെ ഏറ്റവും നല്ല വഴിപാടാണ്. മുഖക്കാപ്പ് അതുപോലെ തന്നെ കുഴച്ചാവില് അത് ഒരു നിവേദ്യമായി കാണുക. അതുപോലെ തന്നെ നെയ്വിളക്ക്, പിന്നെ അലങ്കാരമായിക്കൊണ്ട് വെറ്റില മാലയും ചാർത്തി ഈ ക്ഷേത്രത്തിൽ തന്നെ ദേഹപുഷ്പാഞ്ജലിയും കഴിക്കുകയാണെങ്കിൽ ഈ ഇടവൻ രാശിയിൽ വരുന്ന 2.25 ഭാഗം നക്ഷത്രക്കാർക്ക്, അതായത് കാർത്തിക രോഹിണി മകീരം, കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകീരത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന ഈ 2.25 നക്ഷത്രക്കാർക്ക് വളരെയധികം ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടായിക്കൊണ്ട് ഈ പുതുവർഷം അല്ലെങ്കിൽ ഈ വിഷു വർഷം നിങ്ങൾക്ക് ഏവർക്കും സൗഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറും. അതുപോലെ തന്നെ മിഥുന രാശിയിലെ മകീരത്തിൻ്റെ അരഭാഗം തിരുവാതിര പുണർദത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന 2.25 ഭാഗം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ഒരു ചില സൗഭാഗ്യങ്ങളാണ്. എന്നിരുന്നാലും തത്സമയം ഇവർക്ക് 10 അല്ലെങ്കിൽ കർമാധിപൻ വരുന്ന കർമ്മസ്ഥാനത്ത് ശനിയുടെ ദോഷങ്ങളുണ്ട്, രത്നാധിപനിൽ വരുന്ന വ്യാഴം കൊണ്ട് ചില ദോഷങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർക്ക് തൊഴിൽപരമായി മുന്നേറാൻ കഴിയുന്ന അവസരങ്ങളും സ്വയം തൊഴിൽ കൊണ്ട് തന്നെ ചില ജീവിതമാർഗങ്ങൾ കെട്ടിപ്പടുക്കാൻ കഴിയുന്ന അവസരങ്ങളും സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് അകലാൻ കഴിയുന്ന ഒരു അവസരങ്ങളും കൂടിയുണ്ട്. അതായത് ഒരുപാട് കാലത്തെ സൗഹൃദങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് എന്തെങ്കിലും ചെറിയൊരു വിഷയം കൊണ്ട് അകലുകയോ അതുകൊണ്ട് ചില തർക്ക തടസ്സ ദോഷങ്ങൾ വരികയോ ഒക്കെ സംഭവിക്കാം. അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടെ 7ാം രാശി അത് ധനുരാശിയാണല്ലോ. അപ്പോൾ കുടുംബ സമാധാനങ്ങൾക്ക് എപ്പോഴും ഒരു സങ്കടങ്ങൾ വരിക, തർക്കങ്ങൾ വരിക, തടസ്സങ്ങൾ വരിക, ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. അത് ഈ ശുക്രനാണ് ഇതിൻ്റെ കാരകത്വം. എന്നാൽ ലഗ്നാധിപനായി വരുന്നത് ബുധനുമാണ്. ഇങ്ങനെ 2 ഗ്രഹങ്ങൾ പരസ്പരം ഐക്യത്തിൽ നിൽക്കുമ്പോഴേ ഈ മിഥുന രാശികളുടെ 2.25 ഭാഗം നക്ഷത്രക്കാർക്ക് പൂർണ്ണമായും സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ലഗ്നാധിപനായി വരുന്ന ബുധൻ ഇത് നരസിംഹഭാവത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പാനകം വഴിപാട് കഴിക്കുക, അതുപോലെ തന്നെ ദേവന് ഒരു നിവേദ്യം കഴിക്കുക, തുളസിമാല നെയ്വിളക്ക് കഴിക്കുക. അപ്പോൾ ഈ ദോഷത്തിന് തീർച്ചയായിട്ടും ഇവർക്ക് സമാധാനം കിട്ടും. മറ്റൊന്ന് ചെയ്യേണ്ടത് ശുക്രന് തന്നെയാണ്. അപ്പോൾ ഈ ശുക്രനെ എന്നുകൊണ്ട് കാണുന്നതിന് പ്രത്യേകിച്ചൊരു ക്ഷേത്രങ്ങളില്ലാത്തതുകൊണ്ട് ഹനുമാൻ സ്വാമിക്ക് കഴിയും വഴിപാട് കഴിച്ചുകൊണ്ടും ദേഹപുഷ്പാഞ്ജലി കഴിച്ചുകൊണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഈ മിഥുന രാശിയിൽ വരുന്ന 2.25 ഭാഗം നക്ഷത്രക്കാർക്ക് എത്ര തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതിനൊരു മാറ്റങ്ങൾ വരും. എന്നാൽ ഇവരുടെ 10ൽ വരുന്ന ശനി ചില മനപ്രയാസങ്ങൾ വരുത്തുക അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരിക തൊഴിലിൽ, അത് എപ്പോഴും ഒരു തർക്കമോ തടസ്സങ്ങളോ ഒക്കെ അറിയാതെ വരുന്ന സ്ഥിതി വരും. അതിന് തീർച്ചയായിട്ടും ഇവർ ശനിയാഴ്ച വ്രതങ്ങൾ എടുത്തുകൊണ്ടും ശാസ്താവെങ്കിൽ നീരാഞ്ജനം വഴിപാട് കഴിച്ചുകൊണ്ടും അതുപോലെ തന്നെ നെയ്വിളക്ക് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ദോഷത്തൊന്നും ഒരു പരിധിവരെ മാറ്റങ്ങൾ വന്നുകൊണ്ട് നല്ലതായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടുത്തതായിട്ട് കർക്കിടക രാശിയാണ്. കർക്കിടക രാശിയിൽ പുണർദത്തിൻ്റെ കാൽഭാഗം, പൂജ്യം, ആയില്യം, ഇങ്ങനെയാണ് 2.25 ഭാഗം. ഈ 2.25 ഭാഗം നക്ഷത്രക്കാർക്ക് ഈ വർഷഫലം ചെറിയ ചില മാനസിക പ്രയാസങ്ങളോ തർക്കങ്ങളോ തടസ്സങ്ങളോ വരികയും അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് അലോസരപ്പെടുന്നതും കഷ്ടപ്പെടുന്ന അവസരങ്ങളൊക്കെ വരികയും, എന്നാൽ വിഷുവല ചിന്തയിൽ ഇവർ വരുന്നത്
മധ്യശൂരം എന്നൊക്കെ പറയും. അതായത് രണ്ടാം ഭാഗം, 3 ഭാഗങ്ങളാണ് ഈ വിഷുവര ചിന്തയിൽ വരിക. അപ്പോൾ അത് ആദ്യം തുടങ്ങുന്നത് അവിട്ടാണ്. ഞാൻ ചതയത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അവിട്ടത്തിലാണ് അവസാനിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കർക്കിടക രാശിയിൽ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ചെറിയ ചില മനപ്രയാസങ്ങളും കർമ്മ തടസ്സങ്ങളും മനോവിഷമങ്ങളും ഒക്കെ തന്നെയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ശരിയായ പ്രതിവിധി എന്ന് പറയുന്നത്, ഈ ആയില്യാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി വരുന്ന നക്ഷത്രം ഉള്ളത് കൊണ്ട് ആയില്യത്തിന് സർപ്പക്ഷേത്രത്തിലെ കഴിയും വഴിപാട് സർപ്പപൂജകളൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം. പിന്നീട് ഇതില് അതുപോലെ തന്നെ പുണർദം പൂജ്യം, ഈ 2 നക്ഷത്രക്കാർക്കും ഒരു പരിധി വരെ ഈ വഴിപാട് ഫലപ്രാപ്തിയിലാവും. എന്നാൽ പുണർദം പൂജ്യം വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ദുരിത ദോഷങ്ങൾ തീർക്കാനായിക്കൊണ്ട് ശിവക്ഷേത്രം തന്നെയാണ് മഹാക്ഷേത്രമായി കാണേണ്ടത്. അത് ക്ഷേത്രത്തിലെ തത്സമയം സമാധാനം കിട്ടാനായിക്കൊണ്ടും മനോവിഷമങ്ങൾ തീർത്തുകൊണ്ടും ശത്രുദോഷങ്ങൾ തീരാനായിക്കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഉത്തമ വഴിപാട് എന്ന് പറയുന്നതും ഒരു മനസമാധാനത്തിനായിക്കൊണ്ട് ഇളനീർ ധാര തന്നെയാണ്. അത് ഇവർക്ക് ഒരു പരിധിവരെ സമാധാനം കിട്ടും. അതുപോലെ തന്നെ പിന്നീടൊന്ന് ദേവന് ഒരു നിവേദ്യം, ദേവന് ഒരു കടാവളക്ക്, അതുപോലെ തന്നെ പിന്നീട് ചെയ്യേണ്ടത് ഒരു അലങ്കാരം, കൂവളമാല. ഈ വഴിപാട് ദേവന് സമർപ്പിച്ചുകൊണ്ട് ഇവർക്ക് പരസ്പര വിരുദ്ധമാവുന്നതോ ശത്രുദോഷങ്ങൾ വരുന്നതോ തർക്കപ്പെടുന്ന അവസരങ്ങളോ ഒക്കെ ഉണ്ടാവാം. ഇതിന്ന് മാറിക്കൊണ്ട് ഒരു നല്ല വഴിയിൽ എത്തിപ്പെടാനായിക്കൊണ്ട് ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിൽ ഗുരുതി പുഷ്പാഞ്ജലിയും ദേഹ ശത്രു കർമ്മ മുട്ടുകളും തീർക്കുമ്പോൾ ഈ ദോഷത്തിന് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഈ കർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് തൊഴിൽ തന്നെയാണല്ലോ. തൊഴിൽ വരുന്ന തടസ്സത്തിനും ഈ മുട്ട് വളരെയധികം നല്ലതായിട്ട് തന്നെയാണ് കാണേണ്ടത്. പിന്നീട് ചിങ്ങക്കൂറാണ്, അല്ലെങ്കിൽ ചിങ്ങരാശി. ചിങ്ങരാശിയിലെ മകം പൂരം ഉത്രം, അങ്ങനെയാണ് 2 ഭാവം. അപ്പോൾ ഇതില് ചിങ്ങരാശിക്കാരെ കാത്തിരിക്കുന്നത് വിഷുവര ചിന്തയിലായാലും ഈ മാസവലയിലും ചിന്തയിലായാലും നല്ലത് തന്നെയാണ്. അതായത് ഒരു നേതൃത്വ സ്ഥാനത്ത് എത്തിപ്പെടാൻ കഴിയുക, അല്ലെങ്കിൽ ഇതുവരെ അർഹിക്കാത്ത ഒരു സ്ഥാനം കിട്ടുക, അതുകൊണ്ട് ചില പേരും പ്രശസ്തിയൊക്കെ വരിക, അങ്ങനെയൊക്കെയുള്ള സ്ഥിതി ഒരു ചില ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ 3 നക്ഷത്രങ്ങളുണ്ട്, 2 ഭാഗങ്ങൾ. അപ്പോൾ മകം പൂരം ഉത്തരത്തിൻ്റെ ഭാഗം. അപ്പോൾ ഈ ഭാഗം ഉത്തരക്കാരെയും ഈ 2 നക്ഷത്രക്കാരെയും സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ തന്നെയാണ് കാണുന്നത്. പുതിയ നേതൃസ്ഥാനത്ത് എത്തപ്പെടുകയും അതുകൊണ്ട് ചില സമാധാനങ്ങൾ കിട്ടും. അതേപോലെ തന്നെ ഇവർക്ക് ശത്രുദോഷം വരികയും ചെയ്യാമെന്നാണ് പറയുക. ശത്രുദോഷം വരിക എന്ന് പറയുന്നത് അത് ചെറുതല്ല. അതുകൊണ്ട് ഇവരെ കാത്തിരിക്കുന്നത് ഒരു മഹാസംഭവം തന്നെയാണ്. എന്തുകൊണ്ട് ചിങ്ങ രാശിയുടെ അധിപൻ സൂര്യനായതുകൊണ്ട്, സൂര്യൻ എന്നൊരു ഗ്രഹത്തിനായിക്കൊണ്ട് ഒരു ക്ഷേത്രങ്ങൾ അപൂർവമാണല്ലോ കേരളത്തിൽ. അപ്പോൾ ഇതിന് ചില മാർഗങ്ങളെ എന്ന് ഉദ്ദേശിക്കുന്നത് ശിവൻ തന്നെയാണ്. ശിവക്ഷേത്രത്തിൽ മനസമാധാനത്തിനായിക്കൊണ്ട് എപ്പോഴും ഒരു ധാര വഴിപാട് കഴിക്കുക, ജലധാര മതി. അതേപോലെ തന്നെ ശത്രുദോഷം ഇവരെ വിടാതെ പിന്തുടരുന്ന ഒരു അവസരങ്ങൾ ഉള്ളത് കൊണ്ട് ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിൽ ശത്രുമുട്ട് തീർക്കുക. ഈ ശത്രുമുട്ട് ഒരു പരിധിവരെ സമാധാനം കിട്ടും. അതുപോലെ തന്നെ ഇവർക്ക് ചുറ്റും സ്നേഹത്തോടെ നിന്നാലും അസൂയ വരുന്ന ആളുകളായിരിക്കും കൂടുതലുണ്ടാവുക. അങ്ങനെ വരുന്നതിന് ഈ ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിൽ ചില ക്ഷേത്രങ്ങളുടെ ഗുരുതി പൂജകളുണ്ട്. ഈ ഗുരുതി പൂജ സമർപ്പിക്കുന്നത്, ഗുരുതി പൂജ കഴിക്കുന്നതും ഈ ശത്രുദോഷത്തിന് ഒരു പരിധി വരെ നല്ലതാണ്. അതുപോലെ തന്നെ നേതൃത്വ സ്ഥാനത്ത് എത്തിപ്പെട്ടുകൊണ്ട് സ്ഥാനം ഭ്രംശം അല്ലെങ്കിൽ സ്ഥാനനാഷ്ടങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിനെന്തെന്നാണ്, തീർച്ചയായിട്ടും ഇതിന് ഏറ്റവും നല്ലത് വിഷ്ണു ക്ഷേത്രം തന്നെയാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം തുളസിമാല വഴിപാട് കഴിച്ചുകൊണ്ട് സുദർശന മന്ത്ര പുഷ്പാഞ്ജലി കഴിക്കുക. ശത്രുദോഷത്തിന് പറ്റുന്ന ഒരു പുഷ്പാഞ്ജലി തന്നെയാണ് സുദർശന മന്ത്ര പുഷ്പാഞ്ജലി. ഇത് അതേപോലെ തന്നെ ഇവര് വ്യാഴാഴ്ച വ്രതങ്ങൾ എടുത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ സ്ഥാനഭ്രംശം അല്ലെങ്കിൽ സ്ഥാനനഷ്ടങ്ങൾ ഇല്ലാതെ കണ്ട് അഭിവൃദ്ധിയോടും ഐശ്വര്യത്തോടും എത്തിപ്പെടാൻ കഴിയും. പിന്നെ നാമങ്ങളാണല്ലോ ഇത്, ഏറ്റവും പ്രധാനമായിട്ട് നാമജപങ്ങളാണ്. അപ്പോൾ കൃഷ്ണനാമങ്ങളെ ജപിക്കുന്നതും കൃഷ്ണനാമത്തെ പ്രാർത്ഥിക്കുന്നതും കൃഷ്ണ വിഗ്രഹത്തെ പൂജിക്കുന്നതും ഒക്കെ ഒരു പരിധി വരെ നല്ലതാണല്ലോ. അപ്പോൾ സാധാരണക്കാരാവുന്ന ആളുകൾക്ക് ക്ഷേത്ര ദർശനം തന്നെയാണ് ഏറ്റവും പ്രാധാന്യം. അതുപോലെ തന്നെ വഴിപാട് കർമ്മങ്ങളാണ്. അപ്പോൾ ഈ 3 ക്ഷേത്ര വഴിപാട് അല്ലെങ്കിൽ 2 ക്ഷേത്ര വഴിപാടൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയും പോലെയെങ്കിലും കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ലതായിക്കൊണ്ടും സമാധാനമായിക്കൊണ്ടും മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. അടുത്തതായിട്ട് കന്നിരാശി അല്ലെങ്കിൽ കന്നിക്കൂറ്. കന്നിക്കൂറിൽ വരുന്നത് ഉത്തരത്തിൻ്റെ 3/4 ഭാഗം, ചിത്ര അരഭാഗം, ചോതി. ഉത്തരത്തിൻ്റെ 3/4 ഭാഗം, ചിത്ര ചോതി അരഭാഗം ചേർന്ന് വരുന്ന 2/4 ഭാഗം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ഇവർക്ക് കണ്ടകശനിയുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് 10 വ്യാഴമുണ്ട്. അപ്പോൾ ഈ വ്യാഴം ഇവർക്ക് ഒരു പരിധിവരെ സമാധാനമാണ്. തൊഴിൽ സങ്കേതത്തിൽ മാറ്റങ്ങൾ വരും.
ചില അഭിവൃദ്ധികൾ വരും. എന്നിരുന്നാലും പൂർണ്ണമായ ഫലം വ്യാഴം തരില്ല. 1, 4, 7, 10 ഭാവങ്ങളിൽ വ്യാഴ സഞ്ചാരം ഒരുപാട് ഗുണങ്ങൾ തരില്ല. എങ്കിലും ദോഷസ്ഥാനം ഒഴിച്ചു എന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ 7 വരുന്നത്, അതായത് മീനമാസത്തിൽ വരുന്ന ശനി ഇവർക്ക് ചില സമാധാനങ്ങൾ കുറയും, പരസ്പര വിദ്വേഷങ്ങളോ കലഹങ്ങളോ വരുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനെ മറികടക്കാനായിക്കൊണ്ട് ഇവർക്ക് ഏറ്റവും നല്ല വഴിപാട്, എത്രയും ഉത്തമമായ വഴിപാട് എന്ന് ഉദ്ദേശിക്കുന്നത് നവഗ്രഹ പൂജ തന്നെയാണ്. അതിപ്പോൾ ഇവരെ കാത്തിരിക്കുന്നതും ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ബുധനെ കൊണ്ടും ചൊവ്വയെ കൊണ്ടും ഒക്കെ ചില മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം തീർത്ത് വ്യാഴം പൂർണ്ണമല്ല, ശനിയും പൂർണ്ണമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നവഗ്രഹങ്ങൾ അല്ലെങ്കിൽ 9 ഗ്രഹങ്ങൾക്ക് ചേർന്ന് കൊണ്ട് ഒരു പൂജാകർമ്മങ്ങൾ ചെയ്യും. അത് നവഗ്രഹ ക്ഷേത്രത്തിൽ ഇത് ഒരു പരിധിവരെ സമാധാനം കിട്ടും. എന്നാൽ ഇത് ചെയ്യാൻ കഴിയാത്ത ആളുകളാണെങ്കിലോ അതിലെ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടതും ശാസ്താവെങ്കിലാണ്. ശാസ്താവെങ്കിൽ നീരാഞ്ജനം, അട, നെയ്വിളക്ക് സമർപ്പിക്കുകയും ശാസ്താവെങ്കിൽ അതുപോലെ തന്നെ ശനിയാഴ്ച വ്രതങ്ങളും എടുത്തുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുമ്പോൾ ശിവക്ഷേത്രത്തിൽ അതേപോലെ തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ ദേഹദോഷത്തിനും ഇതിനൊക്കെ ഒരു മാറ്റം വന്നുകൊണ്ട് ഒരു പരിധി വരെ സമാധാനം കിട്ടും. ഇതിൽ ഏത് വഴിപാട് വേണമെങ്കിലും ഭക്തർക്ക് കഴിക്കാവുന്നതാണ്. അത് ഏറ്റവും നല്ലത് നവഗ്രഹ പൂജ തന്നെയാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് തുലാം രാശി അല്ലെങ്കിൽ തുലാക്കൂർ. അതിൽ ചിത്രയുടെ അരഭാഗം ചോതി വിശാഖത്തിന്റെ 3/4 ഭാഗം ചേർന്ന് വരുന്ന തുലാരാശിക്കാരെ കാത്തിരിക്കുന്നത് ചെറിയ നേട്ടങ്ങൾ തന്നെയാണ്. ഇവർക്കും പുതിയ സംരംഭങ്ങൾ കെട്ടിപ്പടുക്കാനോ അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളായിക്കൊണ്ട് പുതിയൊരു തൊഴിൽ സ്ഥാപനങ്ങളിൽ എത്തിപ്പെടാനോ കൂട്ടു ബിസിനസ്സൊക്കെ ഒരു പരിധിവരെ വിജയങ്ങളായിട്ടാണ് കാണുന്നത്. എന്നിരുന്നാൽ അലങ്കാര ഭാവത്തിൽ ചെയ്യുന്ന ബിസിനസ്സുകൾ ചില കഷ്ടങ്ങളിലോ ദുരിതത്തിലോ അവസാനിക്കും. അതുപോലെ തന്നെ വാഹന യാത്രകളൊക്കെ ഇവരെ സംബന്ധിച്ച് ചില തർക്കങ്ങളോ തടസ്സങ്ങളോ വരികയും അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ വരികയോ ഒക്കെ സംഭവിക്കാം. അപ്പോൾ ഇതിന് ഒരു വഴിപാടല്ല, ഏറ്റവും പ്രധാനം സൂക്ഷ്മതയോടെയുള്ള യാത്രകളാണ് എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ എന്നിരുന്നാലും ഈ തർക്ക തടസ്സങ്ങളും ദോഷങ്ങളും ഇല്ലാതെ കണ്ട് അതുപോലെ തന്നെ സൗഹൃദങ്ങൾ നിലനിർത്താനായിക്കൊണ്ടും ഇവർക്ക് ഏറ്റവും നല്ല വഴിപാട് എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് ചെയ്യേണ്ടത് സുബ്രഹ്മണ്യ സ്വാമിക്കാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് അതുപോലെ തന്നെ പാലാഭിഷേകം ചെയ്യുന്നതും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിക്ക് അർച്ചന ചെയ്യുന്നതും അതുപോലെ തന്നെ നെയ്വിളക്ക് സമർപ്പിക്കുന്നതൊക്കെ ഒരു പരിധിവരെ സൗഹൃദങ്ങൾ നിലനിൽക്കാനും സന്തോഷത്തിനും സമാധാനത്തിനുള്ള വഴിപാടുകളാണ്. അതുപോലെ തന്നെ ഈ സുബ്രഹ്മണ്യ സ്വാമിക്ക് കഴിക്കുന്ന പോലെ തന്നെ ഗണപതിക്കും സർവ്വവിഘ്ന ദുരിതദോഷ പരിഹാര നായകനാവുന്ന ഗണപതിക്കും കഴിയും വഴിപാട് കഴിക്കുക. അല്ലെങ്കിലോ ഗണപതിക്ക് ഏറ്റവും നല്ലത് ശത്രുദോഷങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നാരങ്ങമാല, അതുപോലെ തന്നെ ഗണപതിക്ക് കറുകമാലയൊക്കെ ഏറ്റവും പ്രിയമായ വഴിപാടാണ്. അതുപോലെ തന്നെ നെയ്വിളക്ക്, അട വഴിപാടൊക്കെ ഏറ്റവും നല്ലതാണ്. ഇതൊക്കെ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവരെ കാത്തിരിക്കുന്ന ദുരന്തങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ അല്ലെങ്കിൽ ചതികൾ ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ വന്നുകൊണ്ട് ഇവർക്ക് സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും. ഇത് ഒന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. അതായത് സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാട് കഴിക്കുന്നത് കൊണ്ട് ഞാൻ നേരത്തെ തന്നെ പറയാണ്ടായിട്ടുണ്ട്, വാഹന അപകടങ്ങളൊക്കെ വേണമെങ്കിൽ വരാമെന്ന്. അതൊന്നും ഒരു മോചനം കിട്ടിക്കൊണ്ട് മയിൽവാഹനാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ വിഘ്നങ്ങളില്ലാത്തതിന് ഗണപതിയും. തീർച്ചയായിട്ടും ഈ വഴിപാട് തുലാരാശിക്കാരെ കാത്തിരിക്കുന്നത് ഒരു വർഷത്തെ വരച്ചിന്തയിലും ഈ മേടമാസ വരച്ചിന്തയിലും ഏറ്റവും നല്ല വഴിപാടായി കാണാവുന്നതാണ്. അടുത്തതായിട്ട് വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശിയിലെ വിശാഖത്തിന്റെ കാൽഭാഗം അനിഴം തൃക്കേട്ട, അങ്ങനെയാണ് 2/4 ഭാഗം. അപ്പൊ ഈ വിശാഖത്തിന്റെ കാൽഭാഗം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് തൊഴിലിലൊരു മാറ്റങ്ങൾ വരാം, അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടാം. അതുപോലെ തന്നെ തൊഴിൽ കൊണ്ട് ചെറിയ ചില വീഴ്ചകൾ വരാം. ഇവരെ ലഗ്നാധിപൻ ചൊവ്വ തന്നെയാണ്. എന്നിരുന്നാലും ഇവര് 2ാം ഭാവം എന്ന് പറയുന്നത് ധനുരാശിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ മീനൻ രാശിയിൽ നിൽക്കുന്നത് ശനിയാണ്. അപ്പോൾ ശനിയെ കൊണ്ട് ചില നേട്ടങ്ങളുണ്ട്. എങ്കിലും വാക്ക്, പ്രവൃത്തി, കർമ്മം ഇത് ഇഷ്ടപ്പെടാതെ കണ്ടോ കലഹങ്ങൾ വരുന്നതോ അവസ്ഥകൾ ഉണ്ടാവാന്ന് പറയാം. വെച്ചാൽ അങ്ങനെ ചില സമയങ്ങൾ വരും. അപ്പോൾ അതിന് ഏറ്റവും നല്ല സംഭാഷണ രീതികൾ, അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ സൗഹൃദങ്ങളായാലും പറയാതിരിക്കുക, ഇതൊക്കെ ഇവർക്ക് ചില മേന്മകൾ വരും. എന്നാൽ ഇവർക്ക് ലഗ്നാധിപൻ അത് ചൊവ്വ തന്നെയാണല്ലോ. അപ്പോൾ ചൊവ്വയ്ക്ക് ഒരു വഴിപാട് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ സിദ്ധാന്തം. അത് തീർച്ചയായിട്ടും ഇവർക്ക് ഏറ്റവും നല്ല വഴിപാട് എന്ന് പറയുന്നത് ഭഗവത് സേവയാണ്. അതായത് ചൊവ്വ ഭഗവതിക്ക് ഒരു ഭഗവത് സേവ വഴിപാട് കഴിക്കുക. അതേപോലെ തന്നെ ഒരു ദേഹപുഷ്പാഞ്ജലിയും കഴിക്കുക. ഇത് ഇവരെ ഒരു പരിധി വരെ നല്ലതാണ്. പിന്നെ വാക്ക്, പ്രവൃത്തി, കർമ്മം ഇതുകൊണ്ട് ദോഷങ്ങൾ വരാതെ കണ്ടും സമാധാനപൂർവ്വം മുന്നോട്ട് പോകാനും കഴിയുന്നതിന് വ്യാഴത്തിന് അല്ലെങ്കിൽ വിഷ്ണുവിന് ഒരു വഴിപാട് കഴിക്കുന്നതും
ഒരു പരിധി വരെ നല്ലതാണ്. ഈ വിഷ്ണുവിന് വഴിപാട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണോ കഴിയുക ആ വഴിപാട്. ഏറ്റവും പ്രധാനം ക്ഷേത്ര ദർശനമാണല്ലോ. അപ്പോൾ ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് തന്നെ ആത്മചിന്ത അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ സങ്കടത്തോടെ ദേവനോട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പരിധി വരെ മാറ്റങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ ക്ഷേത്ര സമർപ്പണം അല്ലെങ്കിൽ കഴിയും വഴിപാട് കഴിച്ചുകൊണ്ടും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഒരു പരിധി വരെ ഇവർക്ക് നന്മകൾ തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. പിന്നീട് വരുന്നത് ധനുരാശിയാണ്, അല്ലെങ്കിൽ ധനുക്കൂർ. ധനുക്കൂറിൽ മൂലം, പൂരാടം, ഉത്രാടം ഇങ്ങനെ വരുന്ന ഈ 2 ഭാഗം നക്ഷത്രക്കാർക്ക് പൊതു ബലചിന്ത, അതുപോലെ തന്നെ ഈ വിഷുവര ചിന്ത എന്നൊക്കെ പറയുന്നത് കഠോരം അല്ലെങ്കിൽ കഠിനമായിക്കൊണ്ട് വരുന്ന കർമ്മങ്ങൾ ഉണ്ടാവും. എന്നാൽ കർമ്മത്തിനനുസരിച്ച് കൊണ്ടുള്ള ഒരു ഇച്ഛകൾ കിട്ടാതെയും വരാം. അപ്പൊ എന്താ പറയുക, തൊഴില് ഒരുപാട് കൂടുതലാവാം, തൊഴിലിനനുസരിച്ച് ഒരു ഫലപ്രാപ്തി കിട്ടാതെ വരും. അതുപോലെ തന്നെ ചെറിയ ചില നഷ്ടങ്ങളോ അല്ലെങ്കിൽ ചെറിയ വാക്ക് തർക്കങ്ങളോ അല്ലെങ്കിൽ സൗഹൃദങ്ങളിൽ നിന്ന് ചില ദോഷങ്ങളോ ഒക്കെ സംഭവിക്കാം. ഇതിന്റെ കാര്യകാരണങ്ങൾ എത്തിപ്പെടുന്നത് ഇവർക്ക് ശനി 4-ലാണ്. അതുപോലെ തന്നെ കുംഭൻ രാശിയിലെ രാഹു, ഇതൊക്കെ വളരെയധികം ഗുണമൊന്നും ചെയ്യില്ല. സമ്മിശ്രമായിട്ടാണ് രാഹുവിനെ കൊണ്ട് കാണേണ്ടത്. ശനിയെ കൊണ്ട് 4 ശനി കണ്ടക ശനിയാണ്. ലഗ്നാധിപനായി വരുന്നത് ശുക്രനാണ്. ശുക്രൻ ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് മേടൻ രാശിയിൽ ഇടവൻ രാശിയിലൊക്കെ പോകുമ്പോൾ വളരെ ദോഷങ്ങളില്ല, സ്വക്ഷേത്രങ്ങളാണ്. അപ്പോൾ ഇടവൻ രാശി അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്ക് ചില ബുദ്ധിമുട്ടുകൾ വരാമെന്നാ പറയാം. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് മാനഹാനി അല്ലെങ്കിൽ തർക്കം, തടസ്സം, ഇതൊക്കെ ചൊവ്വയില് ശുക്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരിക. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്താ പറയുക, മാനഹാനി വരിക, തർക്കങ്ങൾ വരിക, തടസ്സങ്ങൾ വരിക, എത്ര ഉന്നതനായിരുന്നാലും കളങ്കപ്പെടുന്ന അവസരങ്ങൾ വരിക. അപ്പോൾ ഇതിനൊക്കെ എന്താണ് ഏറ്റവും നല്ല എളുപ്പ വഴി അല്ലെങ്കിൽ സൂത്ര വഴി എന്നുള്ളത്, എല്ലാ പെരുമാറ്റങ്ങളിലും ഒരു കൃത്യനിഷ്ഠത പാലിച്ചുകൊണ്ടും ആത്മാഭിമാനത്തോടുകൂടെ പെരുമാറുമ്പോഴും ഈ ദോഷങ്ങളുടെ കാഠിന്യങ്ങൾ കുറയ്ക്കാനായിക്കൊണ്ട് ഹനുമാൻ സ്വാമിക്ക് വഴിപാട് കഴിക്കുന്നതും ഒരു പരിധി വരെ നല്ലതാണ്. ഇപ്പോൾ ഈ ഹനുമാൻ സ്വാമിക്ക് എന്തെന്നാണ് തീർച്ചയായിട്ടും കഴിക്കേണ്ടത് വടമാല ഒരു നല്ല വഴിപാടാണ്. അത് ഭോജനാണ്, അലങ്കാരമാണ്. അതുപോലെ തന്നെ നെയ്വിളക്ക്, അത് ഒരു പരിധി വരെ നല്ലതാണ്. ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ ഇത് എല്ലാ കാര്യങ്ങളിൽ നിന്നും വിജയിക്കാൻ കഴിയും. പ്രത്യേകിച്ചും ഈ മൂലനക്ഷത്രക്കാരുടെ ദേവതാ സങ്കല്പം കൂടിയാണല്ലോ ഹനുമാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ വിജയത്തിൽ എത്തിപ്പെടാൻ കഴിയുന്നതും, അല്ലെങ്കിൽ മലയും ചുമക്കുമെന്ന് കേട്ടിട്ടില്ലേ, അപ്പൊ അവർക്കും അതുപോലെ തന്നെ പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം. അപ്പൊ ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ക്ഷേത്ര വഴിപാട് ഒരു പരിധി വരെ ഫലപ്രാപ്തിയിലും സന്തോഷത്തിലും സമാധാനത്തിലാണ് എത്തിപ്പെടുക. അപ്പോൾ ഇവര് കാത്തിരിക്കുന്ന തർക്കങ്ങളോ തടസ്സങ്ങളോ മാനഹാനികളോ എല്ലാം മാറിക്കൊണ്ട് ഉദ്ദേശ കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്താൻ ഈ വഴിപാട് വളരെ നല്ലതാണ്. ഇതേപോലെ തന്നെ അക്ഷരദേവത എന്ന് പറയുന്നത് സരസ്വതിയാണല്ലോ. അപ്പൊ സരസ്വതി ക്ഷേത്രങ്ങളിലെ ദർശനം നടത്തുന്നതും, അതുപോലെ തന്നെ പ്രഗത്ഭരായ എഴുത്തുകാർക്കൊക്കെ അറിയാവുന്നതാണ്. ഇവരൊക്കെ സരസ്വതി സൂക്ത പുഷ്പാഞ്ജലി കഴിക്കുന്നതും, അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നതും, അലങ്കാരങ്ങൾക്കായിക്കൊണ്ട് മാല വിളക്ക് സമർപ്പിക്കുന്നതും ഒരു പരിധി വരെ ഈ ധനുരാശിയിൽ വരുന്നവർക്കും ഈ പ്രാവശ്യം ചെയ്യുന്നതും ഏറ്റവും നല്ല വഴിപാടായി കാണാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നീട് മകരൻ രാശിയിലെ ഉത്രാടത്തിന്റെ 3/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ അരഭാഗം ചേർന്ന് വരുന്ന മകരൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് ഇവർക്ക് രാഹുവിനെ കൊണ്ട് ചില ദോഷങ്ങൾ തന്നെയാണ് വരിക. അപ്പോൾ ഇവർക്ക് രാഹു വരുന്നത് 2-ലാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താ ദോഷം വരിക എന്നാണ്, ദേഹദോഷങ്ങളിൽ ഏറ്റവും കഠിനമായി വരുന്നത് തൊലിപ്പുറമെ വരുന്ന അസുഖങ്ങൾ, അതുപോലെ തന്നെ മാനസികമായ ചില പ്രയാസങ്ങൾ, കുടുംബത്തിലെ അങ്ങിങ്ങും വാക്ക് തർക്കങ്ങൾ, ഛിദ്രങ്ങളും ഒക്കെ വരാവുന്ന സ്ഥിതിയിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദേഹദോഷങ്ങളുടെ ഏറ്റവും കാഠിന്യം വരുന്നത് ഉഷ്ണാധിക്യ രോഗങ്ങളായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ എന്തെന്ന് പറയുമ്പോൾ ഇവർക്ക് 3-ലെ ശനി മുടി ചൂടുന്ന പറയാം. എന്നാൽ 4, 5, 6 ഇങ്ങനെ ഭാവങ്ങൾ വരുമ്പോൾ ഇവരെ കാത്തിരിക്കുന്നത് കഠോരങ്ങളാവുന്ന ശത്രുദോഷങ്ങളുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായി കണ്ട ഒന്ന് വ്യാഴമാണ്. അപ്പോൾ അവർക്ക് ഈ വ്യാഴം തർക്ക തടസ്സ ദോഷങ്ങളാണ്, അതുപോലെ തന്നെ രാഹു ദോഷമാണ്. ഇങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഏറ്റവും സമാധാനം കുറയുന്നതും കുടുംബത്തിലെ ഭദ്രതകൾ ഇല്ലാതെ കണ്ടുവരുന്നതും. അപ്പോൾ കുടുംബ ഭദ്രതയ്ക്കും കെട്ടുറപ്പുള്ള ഒരു സമാധാനത്തിനും ഇവർ ചെയ്യേണ്ട വഴിപാട്, ആദ്യം വ്യാഴത്തിനൊരു വഴിപാട് കഴിക്കുക, ശത്രുസ്ഥാനത്തിന്. അത് തീർച്ചയായിട്ടും വിഷ്ണു ക്ഷേത്രത്തിൽ തന്നെയാണ് നല്ലത്. വിഷ്ണു ക്ഷേത്രത്തിൽ ദേഹ ദോഷങ്ങൾ തീരാനായിക്കൊണ്ട് മാല വഴിപാട് ഒരു പരിധിവരെ കൃഷ്ണന് സമർപ്പിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പാൽപ്പായസം, തുളസി മാല, നെയ്വിളക്ക് കഴിക്കുക.
അതുപോലെ തന്നെ കൃഷ്ണന് ഇഷ്ടപ്പെട്ട വഴിപാട് കഴിക്കുന്ന പോലെ തന്നെ കൃഷ്ണമന്ത്രം സുദർശനം അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് മന്ത്രപുഷ്പാഞ്ജലികൾ ചെയ്യുന്നതും അതുപോലെ തന്നെ വ്യാഴാഴ്ച വ്രതങ്ങൾ എടുക്കുന്നതും ഈ ശത്രുദോഷത്തിനെ മറികടക്കാൻ കഴിയുന്ന വഴിപാടാണ്. പിന്നീട് ഇവർക്ക് ഏറ്റവും ദോഷസ്ഥാനത്ത് കാണുന്നത് രാഹുവാണ്. അതായത് സർപ്പക്ഷേത്ര ദർശനവും കഴിയും വഴിപാട് കഴിക്കുന്നതും അല്ലെങ്കിൽ ക്ഷേത്ര വഴിപാടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാഗപൂജകളാണ്. അല്ലെങ്കിൽ നാഗപൂജ കഴിക്കാം, അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്താം, അല്ലെങ്കിൽ കഴിയും വഴിപാടെങ്കിലും കഴിച്ചുകൊണ്ട് നാഗക്ഷേത്രം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതൊന്നും ചെറിയൊരു മാറ്റങ്ങൾ വരും. ഇങ്ങനെ ഈ 2 ക്ഷേത്ര വഴിപാട് കൊണ്ട് തന്നെ ഇവരെ കാത്തിരിക്കുന്ന വലിയ ദോഷങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ മാറ്റങ്ങൾ വന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. അടുത്തതായിട്ട് കുംഭൻ രാശിയാണ്. കുംഭരാശിയിലെ അവിട്ടത്തിൻ്റെ അരഭാഗം ചതയം പൂരോർട്ടാതി മുക്കാഭാഗം ചേർന്ന് വരുന്ന കുംഭൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് ഈ സമയത്ത് മാനസികമായും പുതിയ കാഴ്ചപ്പാട് അതുപോലെ തന്നെ പുതിയ സ്ഥാനങ്ങളിൽ എത്തിപ്പെടാൻ കഴിയുന്ന അവസ്ഥ, അതുകൊണ്ട് തന്നെ ചെറിയ ചില നേട്ടങ്ങൾ ഇതൊക്കെ ഉണ്ടാകും. എന്നാൽ അസൂയ അല്ലെങ്കിൽ ശത്രുദോഷമുള്ളത് ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന പറയാം. അത് ഇവർ പോലും അറിയാതെ കണ്ട് ഇവരുടെ കൂടെയുള്ള ശത്രുദോഷം ഇവരെ മറികടക്കാൻ കഴിയാത്ത അത്രയും ദുരന്തങ്ങളൊക്കെ വരുത്തുന്ന പറയും. പിന്നെ ഇവർക്ക് തന്നെ ഇതിൽ തന്നെ രാഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ശനി 2-ലാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് 7 ശനിയും ജന്മ രാഹുവും മറികടക്കുക അത് ചെറിയ ബുദ്ധിമുട്ടാണ്. ഇവർക്ക് വ്യാഴം അനുകൂലമാണെങ്കിലും മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ ഒരു പരിധിവരെ സമാധാനം തരാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യേണ്ടത് 2 ക്ഷേത്ര വഴിപാടാണ്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ തന്നെയാണ്. ശിവക്ഷേത്രത്തിൽ ഏറ്റവും സ്വസ്ഥത കൊണ്ട് പോകാനായിട്ട് ഓങ്കാര രൂപത്തിൽ ഭഗവതി രൂപത്തിൽ വരുന്ന ശംഖുധാരയും അതുപോലെ തന്നെ നിവേദ്യവും കഴിക്കുക. ഇപ്പോൾ ഒരു പരിധി വരെ ഇതൊന്ന് മാറ്റങ്ങൾ വരും. അതേപോലെ തന്നെ ദേവന് ഒരു കടാവിളക്കം ആയുർദോഷങ്ങളൊക്കെ ശമിച്ചുകൊണ്ട് നല്ലതാവാനായിട്ട് ഒരു കടാവിളക്കം സമർപ്പിക്കുക. അതും ഒരു പരിധിവരെ നല്ലതായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. പിന്നീട് ഇവർക്ക് ഈ ശത്രുദോഷങ്ങൾ വരുന്നതും അതുപോലെ തന്നെ സമാധാനം തരാത്ത ചില സ്ഥിതികൾ വരുന്നതും അതിന് ഏറ്റവും നല്ലത് ഭദ്രകാളി പോലുള്ള ക്ഷേത്രം തന്നെയാണ്. ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിൽ ദേഹമുട്ട് ശത്രുമുട്ട് കർമ്മമുട്ട് തീർത്തുകൊണ്ട് ദേവിക്ക് ഒരു കഠിന പായസം, ഇത് ഏറ്റവും ഇഷ്ട വഴിപാടാണല്ലോ. അതുപോലെ തന്നെ ഗുരുതി പുഷ്പാഞ്ജലിയും കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവരെ കാത്തിരിക്കുന്ന ഈ ശത്രുദോഷങ്ങൾ, ഏറ്റവും ശത്രുദോഷങ്ങൾ വരുന്നത് കൂടെ നിൽക്കുന്നവരാണല്ലോ. അതിനാണ് ഈ ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിൽ. പിന്നീടൊന്ന് ശനിയാണല്ലോ. ശനിക്കും ഒരു വഴിപാട് കഴിക്കുക. കഴിയുമ്പോൾ തന്നെ ഈ പോകുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഉപദേവരായിക്കൊണ്ട് തന്നെ നാഗങ്ങൾ ഉണ്ടാവും. നാഗങ്ങൾക്ക് കഴിയും വഴിപാട് ദക്ഷിണ നൽകിക്കൊണ്ട് നാഗങ്ങളെയും പ്രാർത്ഥിക്കുമ്പോൾ ഈ കുംഭം രാശിയിൽ ഇരിക്കുന്ന നാഗങ്ങൾ അല്ലെങ്കിൽ സർപ്പങ്ങൾ ദോഷങ്ങൾ കഠിന ദോഷങ്ങൾ ശമിക്കട്ടെ എന്ന് പ്രാർത്ഥനാ പുരസ്സരം കഴിയും വഴിപാട് സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ദോഷത്തിൽ നിന്ന് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. അടുത്തതായിട്ട് മീനൻ രാശിയാണ്. ഈ മീനൻ രാശി എന്ന് പറയുന്നത് ഒരു പരിധി വരെ മീനൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് ജന്മശനിയാണ്. അതുപോലെ തന്നെ വിഷുവര ചിന്തയിലാണെങ്കിൽ 2ാം ഭാഗമാണ് വരിക. അപ്പോൾ ഈ വിഷുവര ചിന്തയും അതുപോലെ തന്നെ ജന്മശനിയും കൂടി വരുന്ന ഈ ദിവസങ്ങളിൽ ഇഷ്ടപ്പെട്ട ഭവനങ്ങൾ നഷ്ടപ്പെടുന്ന അവസരങ്ങൾ വരാം. അതായത് ഭവനത്തിൽ നിന്ന് എന്തെങ്കിലും വീതം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഭവനം അന്യാധീനപ്പെട്ടു പോകുന്ന അവസരങ്ങൾ വരിക, അല്ലെങ്കിൽ ഭവനത്തിൽ നമുക്ക് കയറി പറ്റാൻ കഴിയാത്ത അവസരങ്ങൾ വരിക. ഇതൊക്കെ സംഭവിക്കാം. ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എന്നാലും ഇവരെ കാത്തിരിക്കുന്നത് ചില സങ്കടങ്ങളാണ്. അത് എന്തുകൊണ്ടെന്നാൽ ഈ വാവ് കറുത്ത വാവ് അതുപോലെ തന്നെ വിഷുബലം കഴിഞ്ഞുകൊണ്ട് വരുന്നതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ വരുമ്പോൾ ഇവർക്ക് ചില പ്രയാസങ്ങളാണ് വരുത്തുക. ഈ പ്രയാസങ്ങൾ ശനിയെ കൊണ്ട് മാത്രമല്ല, ഇവരുടെ 2ാം ഭാവം അതുപോലെ തന്നെ ഇവർക്ക് മീനൻ രാശിയുടെ 4ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുടുംബ സമാധാനം കുറയുക, 4ാം ഭാവം തറവാട് ശത്രുത ഒക്കെ വരിക, അവരുടെ 5 അതുപോലെ തന്നെ ഇവരുടെ 6ാം ഭാവം അത് കേതു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ മൊത്തത്തിൽ മീനൻ രാശി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സന്താനങ്ങളെ കൊണ്ടായിട്ടായാലും അല്ലെങ്കിൽ കുടുംബത്തിലെ തുല്യത കിട്ടാത്ത ഒരവസ്ഥയായിക്കൊണ്ടും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് ശത്രുദോഷങ്ങൾ വരുന്ന അവസരങ്ങളും ഭവനം വിട്ടു പോകേണ്ട അവസരങ്ങളും അല്ലെങ്കിൽ ഭവനം തന്നെ നഷ്ടപ്പെടുന്ന അവസരങ്ങളും ഒക്കെ ഉണ്ടാവാം. അതിനെ മറികടക്കാനായിക്കൊണ്ട് ഏറ്റവും നല്ല വഴിപാട് എന്ന് പറയുന്നത് നവഗ്രഹ ഹോമമാണ്. നമ്മൾ നേരത്തെ പറയണ്ടായി അത് നവഗ്രഹ പൂജയാണ്. എന്നാൽ ഇത് നവഗ്രഹ ഹോമമാണ്. നവഗ്രഹ ഹോമം ചെയ്തുകൊണ്ടും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അത് ദുർഗാ ദേവി ക്ഷേത്രങ്ങളിൽ കഴിക്കും. ഈ ഭാഗ്യസൂക്തം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കടാക്ഷങ്ങൾ ചൊരിയാനും ഭാഗ്യദേവത വരാനുമാണല്ലോ. അപ്പോൾ മഹാലക്ഷ്മി അല്ലെങ്കിൽ ദുർഗ പോലുള്ള ക്ഷേത്രങ്ങളിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിക്കുന്നതും ദേവിക്ക് സമർപ്പണമായിക്കൊണ്ട് നിവേദ്യം കഴിക്കുന്നതും
ഈ നവഗ്രഹ ഹോമം കഴിക്കുന്നതും മീനൻ രാശിയിൽ കാത്തിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഒരു പല ദുരിതദോഷങ്ങളും മാറാനും ഒരു വർഷത്തെ ദുരിതദോഷങ്ങളിൽ നിന്ന് മറികടക്കാനും ഇവർക്ക് എല്ലാ തരത്തിലും ആരോഗ്യ സൗഖ്യങ്ങൾ സമാധാനങ്ങൾ കിട്ടാനും ഈ വഴിപാട് ഏറ്റവും പ്രധാനമായി ഉപകരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്ന ഈ ജ്യോതിശാസ്ത്രത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം എല്ലാവർക്കും ഈ പരിപാടി കണ്ട് എന്നെ പലരും വിളിക്കുന്ന എല്ലാവർക്കും സമാധാനത്തിനും സന്തോഷത്തിനും ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിഷുദിന ആശംസകൾ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. നന്ദി. വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം ജ്യോത്സ്യൻ മോഹൻദാസ്.